ജീവ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സ്വന്തം സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന അഥവാ സിവിൽ സർവീസിന് സമാനമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഭരണ സർവീസായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ റാങ്ക് പട്ടിക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ 2021 ഒക്ടോബർ 8 പ്രസിദ്ധീകരിച്ചത്. കേരളപ്പിറവി ദിനമായ നവംബർ 1 നിയമന ശുപാർശയും നടത്തി. ഈ റാങ്ക് പട്ടികയിൽ 3 സ്ട്രീമുകളിലായി 562 പേരുകളാണ് ഉള്ളത്. രണ്ടാം സ്ട്രീമിൽ KS-ൽ 4ാം റാങ്ക് വാങ്ങി അഭിനന്ദനാർഹമായ വിജയം നേടിയ അന്തിയൂർ കോണം സ്വദേശിയും നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ദേവാലയ അംഗവുമായ ശ്രീ ലിബു എസ് ലോറൻസ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹലോ ലിബു, സുഖമാണോ? സുഖമാണ്. താങ്കളുടെ ഈ വലിയ വിജയത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. ജീവ ന്യൂസുമായിട്ട് ഇന്ന് അല്പകാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചറിയുവാനും അത് പങ്കുവയ്ക്കുവാനായിട്ടും ശ്രമിക്കുകയാണ്. KS-ൻ്റെ പ്രസക്തി എന്താണ്? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സിവിൽ സർവീസ് പരീക്ഷയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂർ സിവിൽ സർവീസ് ഉണ്ടായിരുന്നു. എന്നാൽ കേരളപ്പിറവിക്ക് ശേഷം തുടർച്ചയായിട്ട് വിവിധ കമ്മീഷനുകളും വ്യക്തികളുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെയും ഒരു സംസ്ഥാന സിവിൽ സർവീസ് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി കേരള സിവിൽ സർവീസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് ആവശ്യമുള്ളതിൻ്റെ 2/3 IAS ഉദ്യോഗസ്ഥരെയാണ് UPSC പരീക്ഷ വഴി റിക്രൂട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന 1/3 ഭാഗം സംസ്ഥാന സിവിൽ സർവീസിൽ നിന്ന് പ്രൊമോഷനിലൂടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഫീഡർ കാറ്റഗറി പുതുതായിട്ട് രൂപം കൊടുക്കുകയാണ് KS വഴി സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ തലത്തിലുള്ള ഉയർന്ന ഉദ്യോഗങ്ങളാണോ ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്? തീർച്ചയായും. സാധാരണ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി 29 വകുപ്പുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 29 വകുപ്പുകളിലെയും 2ാം ഗസറ്റഡ് തസ്തിക മുതൽ മുകളിലേക്കുള്ള തസ്തികകളിലേക്കുള്ള ജോലിയാണ് ഇതുവഴി വരുന്നത്. അപ്പോൾ തീർച്ചയായും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനും ചില തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സ്വാതന്ത്ര്യവും ദൗത്യവും ഈ സർവീസിൽ പ്രത്യേകമായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. എത്തരത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടപടിക്രമങ്ങൾ നടക്കുന്നത്? ഈ പരീക്ഷ 3 ഘട്ടമായിട്ടാണ് നടപ്പിലാക്കിയത്. ആദ്യ പ്രിലിമിനറി ഘട്ടം, തുടർന്ന് ഒരു മെയിൻ പരീക്ഷ, അതിനെ തുടർന്ന് ഒരു ഇൻ്റർവ്യൂ. പ്രിലിമിനറി പരീക്ഷ 2 പേപ്പറാണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് അതിൽ നടപ്പിലാക്കിയത്. തുടർന്ന് ഒരു മെയിൻ പരീക്ഷ. ഈ മെയിൻ പരീക്ഷയെ സംബന്ധിച്ച് അത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്, വിവരണാത്മകമായ പരീക്ഷയാണ്. 3 പേപ്പറാണ് അതിനകത്തുള്ളത്. ഇതിൽ ഇന്ത്യൻ ചരിത്രം, കേരള ചരിത്രം, കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ, ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതായ വിവിധങ്ങളായ വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ഈ 3 പേപ്പറുകളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ഇതിൽ വിജയിച്ച ആളുകളെ തിരുവനന്തപുരം പട്ടത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് 6 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ പാനൽ, ഒരു ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ അറിവനുസരിച്ച് ഇതിൽ മെറിറ്റ് സീറ്റും സംവരണ സീറ്റുകളുമുണ്ടല്ലോ. അതെ. പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ലത്തീൻ സമുദായങ്ങൾക്ക് ഇത് എത്രമാത്രം ഗുണം ചെയ്യും? തീർച്ചയായും ലത്തീൻ സമുദായങ്ങൾക്ക് ഗുണമുണ്ട്. അതിന് കാരണം സാധാരണഗതിയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടപ്പിലാക്കുന്ന പരീക്ഷകൾക്ക് 50% മെറിറ്റ്, 50% സംവരണം എന്ന തത്വമാണ് പാലിച്ചിരിക്കുന്നത്. അതായത് എല്ലാ ഓഡ് നമ്പരും മെറിറ്റ് സീറ്റും എല്ലാ ഇവൻ നമ്പരും
സംവരണ സീറ്റുമാണ് സാധാരണഗതിയിൽ നടപ്പിലാക്കപ്പെടുന്നത്. KS സംബന്ധിച്ച് 35 പേരെ വീതമാണ് ഓരോ സ്ട്രീമിലും തിരഞ്ഞെടുക്കുന്നത്. 4 പേർക്കാണ് സാധാരണ 100 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ലത്തീൻ സമുദായത്തിനുള്ള സംവരണം വരുന്നത്. 35 പേർക്കുള്ളിൽ 2 സീറ്റാണ് ലത്തീൻ സമുദായത്തിന് വരുന്നത്. അത് 8ാമത്തെയും 22ാമത്തെയും ടേണാണ് വരുന്നത്. അതുകൊണ്ട് 35 പേർക്കുള്ളിൽ ഓരോ സ്ട്രീമിലും 2 പേർ വീതം സംവരണത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് 6 ലത്തീൻ സമുദായ അംഗങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജോലിയിൽ പ്രവേശിക്കും. സർക്കാർ സർവീസിൽ ജോലി ചെയ്യണമെന്ന് ചെറുപ്പം മുതലേ ഉള്ള ഒരാഗ്രഹമാണ് അല്ലേ? അല്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ പോയിരുന്നു. അപ്പോൾ ഒരു വൈദ്യനാവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. പിന്നീടാണ് ഒരു സർക്കാർ ജോലിയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സർക്കാർ ജോലിക്കായുള്ള ഒരു പ്രയത്നം ശരിക്കും ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതൊരു ചെറുപ്പകാലത്തെയുള്ള ആഗ്രഹമെന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഇതിന് പ്രചോദനം നൽകിയിട്ടുണ്ടോ? ധാരാളം വ്യക്തികളുടെ പ്രചോദനം ഇതിന് പിന്നിലുണ്ട്. ഒരു പ്രത്യേക വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയില്ല. ഇങ്ങനെയുള്ള സിവിൽ സർവീസ് പരീക്ഷയ്ക്കായുള്ള ഒരു പരിശ്രമം നേരത്തെ നടപ്പിലാക്കുന്ന ചെയ്തു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണത ഫലമായിട്ടാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ചെയ്തത്? അച്ഛൻ PSC പരീക്ഷയെക്കുറിച്ചാണോ? അതുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷയെ സംബന്ധിച്ച് അതിൻ്റെ എന്താണ് അതിനാവശ്യമുള്ളത്, ആ പരീക്ഷയ്ക്ക് എന്ത് തരത്തിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ആദ്യമേ തന്നെ മുൻവർഷ ചോദ്യപേപ്പറുകൾ നോക്കുകയാണ് ചെയ്തത്. തുടർന്ന് അതിന് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അതനുസരിച്ച് പഠിക്കാനായി ചില റാങ്ക് ഫയലുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻവർഷ ചോദ്യപേപ്പറുകൾ കൂടുതലായി പരിശോധിക്കാൻ തുടങ്ങി. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തന്നെ PSC ബുള്ളറ്റിൻ എന്നൊരു 2 ആഴ്ചയിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു PSCയുടെ എന്തൊക്കെയാണ് അവർ തരുന്ന നോട്ടിഫിക്കേഷൻസ്, ഒപ്പം അതിനൊപ്പം കുറച്ച് പൊതുവിജ്ഞാനവും മറ്റ് കണക്കും ഇംഗ്ലീഷും ഒക്കെ ചേർത്ത് വരുന്ന ഒരു പത്രികയുണ്ട്. അത് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. അതിനൊപ്പം തന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ, ഇയർ ബുക്ക് തുടങ്ങിയവയൊക്കെയാണ് ഉപയോഗിച്ചത്. എന്നാൽ ഈ പരിശീലനത്തിനായിട്ട് കൂടുതൽ ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള ബ്രില്യൻസ് കോളേജിലാണ് അതിനുള്ള പരിശീലനത്തിന് ഏർപ്പെട്ടത്. തീർച്ചയായും ആ പരിശീലനം വളരെയധികം ഒരു ഗൈഡ് പോലെ പ്രവർത്തിച്ചിരുന്നു. ബാക്കിയുള്ളത് നമ്മുടെ സ്വയം ഉള്ള പരിശീലനത്തിലൂടെയാണ് ആ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ പരീക്ഷയുടെ സമയത്തും ഒക്കെ എന്തെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും പ്രായോഗിക ബുദ്ധിമുട്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണോ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് എന്നുള്ള ഒരു സംശയം എപ്പോഴും ഉണ്ടാകാം. പിന്നൊന്ന്, നമ്മൾ ഒരു പ്രത്യേകമായ ഒരു ടൈം ടേബിൾ, ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പഠിക്കുക. പലപ്പോഴും ഈ ഷെഡ്യൂളിൽ നമുക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടാകാം. പിന്നെ ചില ടോപ്പിക്കുകൾ നമുക്ക് തീരെ എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത ചില ടോപ്പിക്കുകൾ ഉണ്ടാകാം. അപ്പം അതൊക്കെ ചിലപ്പം അനവധി തവണ എഴുതി പഠിക്കേണ്ടി വരാം, അല്ലെങ്കിൽ അനവധി തവണ വായിക്കേണ്ടി വരാം. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അതിനെ തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളിടത്താണ് വിജയം ആരംഭിക്കുന്നത്. ഇന്നത്തെ യുവജന സമൂഹം, പ്രത്യേകിച്ച് പുരുഷ വിഭാഗത്തിലുള്ള യുവജനങ്ങൾ ഈ തലത്തിലേക്ക്, ഇങ്ങനെയുള്ള പഠന മേഖലകളിലേക്ക് കടന്നു വരുന്നില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടവക തലത്തിലും അല്ലെങ്കിൽ സംഘടനാ തലത്തിലുമൊക്കെ നമുക്ക് അതിനെന്തെങ്കിലുമൊക്കെ പ്രചോദനം കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും. ഞാനതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ട് സഭയിൽ നിന്നും ഇടവകയിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ, യുവജനങ്ങൾ സർക്കാർ ജോലി മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചപ്പോൾ മനസ്സിലായത്, സഭയ്ക്ക് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഒരു സമയത്ത് ജനങ്ങൾ നിരക്ഷരരായിരുന്ന സമയത്ത് സാക്ഷരരാക്കാൻ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സമൂഹത്തിന് ആവശ്യമായി വന്നപ്പോൾ അത്തരം സ്ഥാപനങ്ങളും സഭ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിൻ്റെ പ്രസക്തി കൂടുതൽ ജോലി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഘടകങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത്തരം സ്ഥാപനങ്ങൾ സഭയ്ക്ക് വളരെ കുറവാണ്. അപ്പോൾ ഒരു തൊഴിൽപരമായ പരിശീലനം കൊടുക്കുന്ന, പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്ന പുതിയ സ്ഥാപനങ്ങൾ, ചില സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിന് മികവ് ഒരുപക്ഷെ
കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് മികവുറ്റ പുതിയ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് സഭ മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇടവക തലത്തിൽ തന്നെ ഈ മേഖലയിൽ താല്പര്യമുള്ള യുവാക്കളെ കണ്ടെത്തി അവരെ പരിശീലനത്തിന് അയക്കുന്നതിനും അങ്ങനെ വിജയത്തിലേക്ക് എത്തുന്നതിനും കഴിയും. കുറച്ച് പേരിങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും പുതിയ പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായും സഭയ്ക്കും ഇടവകയ്ക്കും ഒക്കെ ഇക്കാര്യത്തിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത്തരത്തിലൂടെ മാത്രമേ യുവജനത്തിനെ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അവരെപ്പോഴും കണ്ടുവരുന്നത് ചുറ്റുമുള്ള സമൂഹമാണ്. അവരായിരിക്കുന്ന ആ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മാത്രമേ അവർക്കും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ദൂരെ നിന്ന് കണ്ടുകൊണ്ടൊരിക്കലും മാറ്റം സംജാതമാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സമയവും സന്ദർഭവുമാണ് ഇതെന്ന് തോന്നുന്നു. ലിബുവിൻ്റെ കുടുംബ അംഗങ്ങളൊക്കെ എങ്ങനെയുള്ളവരാണ്? എന്ത് ചെയ്യുന്നു? അച്ഛൻ സംസ്ഥാന സർവേ വകുപ്പിൽ ഒരു സർവേയറായിരുന്നു. അദ്ദേഹം ഇന്ന് പെൻഷനായിട്ടുണ്ട്. അമ്മ നെയ്യാറ്റിൻകര കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അമ്മയും പെൻഷനായി. രണ്ടുപേരും വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. ഒരു സഹോദരിയുണ്ട്, കല്യാണം കഴിഞ്ഞു. സഹോദരി കേരള യൂണിവേഴ്സിറ്റിയിൽ വിമൻസ് കോളേജിൽ ബോട്ടണിയിൽ PhD ചെയ്യുകയാണ്. സഹോദരിയുടെ ഹസ്ബൻഡ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ലിബു സെമിനാരിയിലൊക്കെ പോയിരുന്നു, അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നീട് പഠിക്കുവാനുമായിട്ടൊക്കെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. സെമിനാരിയിൽ നിന്ന് പോകുന്നതിന് ശേഷം ദേവാലയത്തോടും സഭയോടും അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടൊക്കെ മുന്നിലേക്കാണോ പോയത് അല്ലെങ്കിൽ പിറയിലേക്കാണോ പോയത്? മുന്നിലേക്കാണ് എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സെമിനാരിയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലൊരു ഘട്ടം കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല. കാരണം ആധ്യാത്മികത എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നിത്യമായിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആധ്യാത്മികത ഒരു വ്യക്തി എവിടെ കണ്ടെത്തുന്നു എന്നുള്ളത് വ്യക്തി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. പക്ഷേ അതിനകത്തുനിന്ന് ഒരു പിന്നോട്ട് പോക്കുണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സവുമല്ല. ഇപ്പോൾ ഞാൻ ദേവാലയത്തിൽ ഗായക സംഘത്തിന് കീബോർഡ് വായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്കത് ചെയ്യാൻ പറ്റിയാലും അത് പഠനത്തിനൊന്നും ഒരിക്കലും തടസ്സമായിട്ട് വരികയല്ല. മറിച്ച് അത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് എപ്പോഴും സഹായിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും ഒരു വൈദികനോ സന്യസ്തർക്കോ മാത്രമുള്ളതല്ല, എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. അവർ ആധ്യാത്മികത കണ്ടെത്തിയാൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആധ്യാത്മികത എന്താണ് എന്നുള്ളത് ഓരോ വ്യക്തിയും സ്വയം ഡിഫൈൻ ചെയ്യാനും കൂടെ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ ആവണം ഒരു വ്യക്തിക്കുള്ളത് എന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തിക്ക് വ്യത്യസ്തമായിട്ടുള്ള ആധ്യാത്മികമായ കാഴ്ചപ്പാടുകളുണ്ടാകാം. പക്ഷേ ആധ്യാത്മികത ഇല്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ ദുഷ്കരമായിരിക്കും എന്ന് തോന്നുന്നു. ഇന്നത്തെ യുവജനങ്ങൾ വിശ്വാസത്തെക്കാളുപരി യുക്തിയിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ യുക്തി കൊണ്ട് ചിന്തിച്ചു മുന്നോട്ട് പോകുന്നവരാണ് യുവജനങ്ങൾ. അവരോട് ലിബുവിൻ്റെ അനുഭവത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എന്താണ് അവരോട് പറയാനായിട്ടുള്ളത്? വിശ്വാസവും യുക്തിയുമായി ബന്ധമില്ല എന്ന് കരുതുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം വിശ്വാസത്തെ യുക്തി കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിന് പിന്നിലുള്ള വിശ്വാസത്തിനുള്ള കാരണം ശക്തിപ്പെടുന്നതും നമുക്കതിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നതും. അതുകൊണ്ട് സ്വന്തം വിശ്വാസത്തെ യുക്തി കൊണ്ട് തന്നെ ചോദ്യം ചെയ്യുക. ആ യുക്തി കൊണ്ട് ചോദ്യം ചെയ്ത് അതിൽ ബലപ്പെടാൻ കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും തീർച്ചയായും ആ വിശ്വാസം സംരക്ഷിക്കുമെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കൊരു ദീർഘമായ സ്വപ്നം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു മെച്ചമായ നിലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിന് തീർച്ചയായും യുക്തി വേണം. പക്ഷേ യുക്തി മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ യുക്തി മാത്രം മതിയാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ സ്വപ്നങ്ങൾ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് 40 വർഷം മരുഭൂമിയിലൂടെ ഒരു കനാൻ ദേശത്തിന് വേണ്ടി അലഞ്ഞ ഒരു ജനതയെ കാണും. കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി ഒരു നാട്ടിൽ നിന്ന് പോയ ഒരു ജനതയാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നേതൃത്വ പാഠം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതുപോലും ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു ഞാൻ ഇതിന് യോഗ്യനാണോ എന്ന് ചോദിക്കുന്ന മോശം നയിക്കുന്ന ഒരു ജനത ആ സ്വപ്നം മാത്രം കൊണ്ടാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന യുക്തി മാത്രമായിരിക്കണമെന്നില്ല, മറിച്ച് സ്വന്തം മനസ്സിൽ വെളിപ്പെടുന്ന ചില സ്വപ്നങ്ങളിൽ നമുക്കുണ്ടാകുന്ന വിശ്വാസങ്ങളാണ്. ഒരുപക്ഷെ സമൂഹം പറയുമായിരിക്കാം ഈ സ്വപ്നം നിനക്ക് എത്തിപ്പിരിക്കാൻ പറ്റാത്തത്ര വലുതായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. അതിനെ അവിടെ വിശ്വാസത്തോടുകൂടി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് കഴിയും. മോശ ഞാൻ വിക്കനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് കഴിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ അത് കഴിയുമെന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ കരുതലും ആ ഒരു നിലപാടുമാണ് ഒരു വ്യക്തിക്ക് പ്രചോദനമാകേണ്ടത്. ഞാൻ ഈ പുറപ്പാടിൻ്റെ സംഭവത്തെ ഞാൻ വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ എന്നെ പലപ്പോഴും കാണാൻ ശ്രമിച്ചിട്ടുള്ളത്.
ഒരു വ്യക്തിയുടെ മനസ്സിൽ വിവിധങ്ങളായിട്ടുള്ള ചിന്തകളുണ്ടാവും. പക്ഷേ അതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു ചിന്ത ആ വ്യക്തിയെ മുന്നോട്ട് നയിക്കും. ഉദാഹരണത്തിന് ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള അവരുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം വാഗ്ദത്ത ഭൂമിയിൽ എത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ തന്നെ അവർ അന്യദൈവങ്ങളുടെ പിറകിൽ പോകുന്നതായിട്ടും ഇതിൽ ഭേദം ഈജിപ്തിലെ അപ്പച്ചട്ടിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില ചിന്തകൾ അതിനിടയിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ തീർച്ചയായും ഇത്രയും വലിയ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടതുണ്ടോ, എത്ര സമാധാനമായിട്ട് ഞാൻ സ്വസ്ഥമായി ഇരുന്നതാണ്, ഇത്രയധികം പഠിക്കേണ്ടതുണ്ടോ, ഇത്രയധികം കഷ്ടപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ, പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. അപ്പോഴൊക്കെ സ്ഥായിയായി അതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം, ആ സ്വപ്നം എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് യുക്തിയോടൊപ്പം തന്നെ വിശ്വാസത്തോടും കൂടെ ചിന്തിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വളരെ സന്തോഷം. ഇന്നത്തെ യുവജനങ്ങളോട് ഉള്ള ഈ ജീവ ന്യൂസിൻ്റെ ഈ ഇൻ്റർവ്യൂ പ്രോഗ്രാം വീക്ഷിക്കുന്ന യുവജന സുഹൃത്തുക്കളോടുള്ള വലിയൊരു പ്രചോദനാത്മകമായ സന്ദേശമാണ് നമുക്കിന്ന് ലിബു നൽകിയത്. വളരെ സന്തോഷം. ഈ നിലയിലേക്ക്, ഈ ഒരു പരീക്ഷാ വിജയത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ലത്തീൻ സഭയുടേതായ എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും ലിബുവിന് നേരുകയാണ്. കൂടുതൽ വിജയം ഇനിയും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ യുവജനങ്ങൾക്കും ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ജീവ ന്യൂസിന് വേണ്ടിയിട്ട് ഈ സമയം നൽകിയതിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു.